മെന്റലിസ്റ്റ് ആദി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി പരാതിക്കാരൻ ബെന്നി വാഴപ്പിള്ളിൽ ന്യൂസ് 18നോട് സോഷ്യൽ മീഡിയയിൽ തനിക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്നും അതിലൂടെ പരാതിക്കാരനെ മോശമായി ചിത്രീകരിക്കുമെന്നും ആദി പറഞ്ഞു. സഹായിക്കണമെന്നാവശ്യപ്പെട്ടതിനാണ് ഷോയ്ക്ക് വേണ്ടി ആദിക്ക് 35 ലക്ഷം രൂപ നൽകിയതെന്നും പണം ആവശ്യപ്പെട്ടപ്പോൾ നഷ്ടത്തിലാണ് എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ബെന്നി ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മെന്റലിസ്റ്റ് ആദിക്കെതിരെ കൊച്ചി സ്വദേശിയായ ബെന്നി വാഴപ്പിള്ളി എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം ഈ മെന്റലിസ്റ്റ് ആദി കേരളത്തിലുടനീളം നടക്കുന്ന ഒരു ഇൻസോമിനിയ എന്നുള്ളൊരു ഷോ, ആ ഷോയുടെ ഭാഗമായി തൻ്റെ പക്കൽ നിന്ന് 35 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അതിനുശേഷം ഈ ലാഭവിഹിതവും അതോടൊപ്പം തന്നെ മുതൽ മുടക്കും തിരികെ നൽകാമെന്ന് പറയുകയും പക്ഷേ ഷോ കഴിഞ്ഞ ശേഷം ആ പണം തിരികെ നൽകിയില്ലെന്നും പിന്നീട് സമീപിച്ചപ്പോൾ ആദിയും ഒപ്പം ഉണ്ടായിരുന്നവരും തന്നെ പരിഹസിച്ചു എന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതിക്കാരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ പറയുന്നത് 2024 മുതലാണ് ആദിയെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അതിനിടയിൽ 2 തവണ തൻ്റെ ഫ്ലാറ്റിലും തൻ്റെ വീട്ടിലും കാണാൻ വന്നു. ആ കണ്ണൂരിലുള്ള വീട്ടിൽ വെച്ചിട്ടാണ് തനിക്ക് സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നും തനിക്കിങ്ങനെ ഒരു ഷോ നടത്താൻ ആഗ്രഹമുണ്ട്, അതിലേക്ക് സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 35 ലക്ഷം രൂപ നൽകിയത്. ആദ്യം തന്നെയാണ് ഇതിൻ്റെ ലാഭവിഹിതം തരാമെന്നുള്ള വാഗ്ദാനം ഇങ്ങോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് ഷോയും താൻ മുഖേന ആയിരിക്കും ഇനി പോവുക എന്നൊരു വാഗ്ദാനം കൂടി ആദ്യം നൽകിയെന്നാണ് പരാതിക്കാരൻ ന്യൂസ് 18നോട് പറഞ്ഞത്. എന്നെ കാണാൻ വേണ്ടി കണ്ണൂർ വന്ന് എൻ്റെ വീട്ടിൽ, അന്ന് ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നില്ല, എൻ്റെ വീട്ടിൽ 2 ദിവസം താമസിച്ചു. 2 ദിവസം താമസിച്ചിട്ട് പുള്ളി ഈ 10 ഷോ പുള്ളിക്ക് ചെയ്യണമെന്നും അതിന് ഇത്ര രൂപ മുതൽ മുടക്കുണ്ടെന്നും, അപ്പോൾ അതിനായിട്ട് എൻ്റെ അടുത്തുനിന്ന് ഒരു 35 ലക്ഷം രൂപ പുള്ളി കടമായിട്ട് മേടിച്ചു. അപ്പം ഈ പൈസ മേടിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക്, ഈ വരുന്ന ഒരു വർഷത്തേക്കുള്ള ഷോയുടെ ഡേറ്റ് മുഴുവൻ എനിക്ക് തന്നേക്കാമെന്ന്, ഞാൻ മുഖാന്തരം ചെയ്തോളാമെന്നും, പിന്നെ അതുപോലെ തന്നെ ഈ 10 ഷോയിൽ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു 1/3 തരാമെന്നൊക്കെ ആയിരുന്നു എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതൊന്നും നടന്നില്ല. ഷോ കഴിഞ്ഞു, കണക്ക് ചോദിച്ചപ്പം കണക്കില്ല, പൈസ ചോദിച്ചപ്പം ഷോ നഷ്ടത്തിലാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഷോ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ, കാരണം മിക്കവാറും എല്ലാ ഷോസും എനിക്കൊന്നൊരു 90% ഷോസും സോൾഡ് ഔട്ടാണ്. ഷോ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ പ്രോഫിറ്റ് ഷെയർ അല്ലേ വേണ്ടെന്ന് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മുടെ അടുത്തൊന്നും കടമായി വാങ്ങിയ പൈസ തരാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് പുള്ളി, ഞാൻ അന്ന് വരെ കണ്ട ഒരു മനുഷ്യനെയല്ല ഞാൻ അന്ന് കണ്ടത്. എന്നാൽ ഷോ കഴിഞ്ഞതിന് ശേഷം ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാത്തതിനെ തുടർന്ന് ആദിയെ സമീപിച്ചപ്പോൾ ആദ്യ പറഞ്ഞത് ഈ ഷോയിൽ നിന്നും ലാഭമൊന്നും തന്നെ കിട്ടിയില്ല എന്നുള്ള മറുപടിയാണ്. ഇത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൻ്റെ പണം, ഈ മുടക്കിയ മുതലെങ്കിലും തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ തരില്ല എന്നൊരു നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. പോലീസിൽ പരാതി നൽകിയപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ലീഗലായിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പുള്ളി കേരള പോലീസിനെ പല ഇൻവെസ്റ്റിഗേഷനിലും സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്ക് അത്യാവശ്യം ഫോളോവേഴ്സും റീച്ചൊക്കെ ഉള്ളതാണ്. അതിനകത്തൊക്കെ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ പിന്നെ ചേട്ടൻ അറിയാമല്ലോ എന്നൊക്കെ ചോദിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വൈഫിനത് ഭയങ്കര പേടിയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്, എന്താണ് ഇത്. അപ്പം അങ്ങനെയാണ് ഞാനൊരു സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിൻ്റായിട്ട് പോയേക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ അതുകൂടാതെ എനിക്ക് കമൻറ്റ് ചെയ്യുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്, കാരണം പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിൽക്കുന്നൊരു മാറ്ററാണ്. എങ്കിൽ പോലും ഞാനിത് പറയാനുള്ളൊരു കാരണം, ഇനിയും ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേപോലുള്ള ഒരുപാട് പേര് ഈ ഒരു ഷോ തുടങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് പലരും വിളിച്ച് വാർണിംഗ് തന്നിരുന്നു, പിന്നെ ബി കെയർഫുൾ, കുറച്ച് അക്യൂസേഷൻസ് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്, നമുക്കറിയില്ല. സംവിധായകൻ ജിസ്റ്റോയാണ് ഈ പരിപാടിയുടെ ഡയറക്ടർ. അയാൾക്കെതിരെയും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു നിർമ്മാതാവായി ജിസ്റ്റോയും പങ്കാളിയായിട്ടുണ്ട് എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. പക്ഷേ ജിസ്റ്റോയ് പ്രതികരിക്കുന്നത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുമില്ല, താൻ ഇതിൻ്റെ ഒരു ഡയറക്ടർ മാത്രമാണെന്നാണ് ജിസ്റ്റോയ് പ്രതികരിച്ചത്. പക്ഷേ മെന്റലിസ്റ്റ് ആദി ഇതുവരെയും പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. പോലീസ് എന്തായാലും കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.